നമ്മളൊക്കെ പറയും ഭർത്താക്കന്മാരെ വിളിക്കാഞ്ഞിട്ടാണ്, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാഞ്ഞിട്ടാണ്. എല്ലാം കൊടുത്ത ഭർത്താവും ഇങ്ങനെ എന്നെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്നിട്ടും അവൾ എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയി. സ്ഥാനേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ട് ഭർത്താവിനെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരുടെ, മാതാപിതാക്കളെ വിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഓരോ കഥ കേൾക്കുമ്പോ അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹാത്തുകളാക്കി തരട്ടെ. എങ്ങനെയുള്ള ഭാര്യമാരെന്നറിയോ? നിങ്ങൾക്കറിയുമല്ലോ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമി, പിഞ്ചു പൈതലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭർത്താവ് ഫലസ്തീനിലേക്ക് യാത്രയാകുമ്പോ ആ പ്രിയപ്പെട്ട പൈതല് പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ സഫയിൽ നിന്ന് മറവയിലേക്ക്, മറവയിൽ നിന്ന് സഫയിലേക്ക് ഓടിക്കലുണ്ട്. കൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് നിർഗളിച്ചു വന്ന ജലസരത്തുകൾ കൊണ്ട് ജലപാനം ചെയ്ത് ആ പ്രിയപ്പെട്ട മകനെ വളർത്തു വലുതാക്കി 8 വർഷക്കാലം വളർത്തു വലുതാക്കുമ്പോ ആരാരും കടന്നു വരാത്ത മക്കയുടെ ഊഷരഭൂമിയിൽ ആരുമില്ലാതെ തന്നെ മകനായ ഇസ്മായിലിനെ വളർത്തു വലുതാക്കി 8 വർഷം കഴിയുമ്പോഴാണ് ഫലസ്തീനിൽ നിന്ന് പിതാവായ ഇബ്രാഹിം നബി വരിക. തന്റെ പ്രിയപ്പെട്ട പിതാവ് വരുമ്പോ മാറി നിന്നില്ല, ഓടിച്ചെന്ന് സലാം പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കൈപിടിച്ചു കൊണ്ടുവന്ന് അന്ന് രാത്രിയിൽ കിടക്കുമ്പോ സ്വപ്നം കാണുകയാ. രാവിലെ എഴുന്നേറ്റിട്ട് 8 വർഷങ്ങൾ നിന്ന് വീട്ടിൽ വന്ന ഭർത്താവ് രാവിലെ ഭാര്യയോട് പറയുന്നതെന്താ? മോളെ ഹാജറ, നിന്റെ മകനായ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ഹാജറ, കേട്ടുപടകിയ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാ. സഹോദരങ്ങള്, ആ സമയത്ത് നിലവിളിച്ചില്ല, വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നപ്പോ ഞാനാണ് വളർത്തിയതെന്ന് പരാതിയിൽ കണക്കും പറഞ്ഞില്ല. അല്ല പറഞ്ഞതാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട മകനെ പിതാവിന്റെ കയ്യിൽ കേൾപ്പിച്ചു. വാതിൽപ്പടയിൽ ചാടി നിൽക്കുമ്പോ ഒരു കൈയിൽ മൂർച്ച കൂടിയ പിച്ചാത്തിയും മറുകയിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ ചാടി നിന്ന് പൊട്ടിക്കരഞ്ഞില്ല, തലയിൽ കൈവച്ച് ശപിച്ചുമില്ല. ആരോടുകൂടി തന്റെ ഭർത്താവിനെയും മകനെയും ഹാജരാകു പാറപ്പുറത്ത് മലത്ത് കിടത്തിക്കിട്ട് മകനായ ഇസ്മായിലിന്റെ കടത്തിലേക്ക് മൂർച്ചയുള്ള കത്ത് ചേർത്ത് വെക്കുമ്പോ ആ പൊന്നുമോൻ, വാപ്പാ അറുക്കല്ല വാപ്പാ, എന്തേ മോനെ, എന്നെ മുഖത്തിന് നേരെ നോക്കിയിട്ട് വാപ്പാക്കെന്റെ കരുത്തിറക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തണേ വാപ്പാ, രണ്ടാമതെന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ അറുക്കാവൂ. എന്തേ മോനെ, എന്റെ കരുത്തിറത്ത് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചീറ്റിച്ചെടുക്കുമ്പോ വാപ്പാടെ പൊന്നുമോൻ ഉപ്പാന്റെ മുന്നിൽ കിടന്ന് കൈകാലിട്ടടിച്ച് പിടയുമ്പോ എന്റെ ഉപ്പാക്ക് പിന്നെ പൂർണ്ണമായും തറുക്കാൻ കഴിയില്ല. ഉപ്പാ, പാതി വഴിയിൽ എന്റെ കരച്ചിലും പിടച്ചിലും കണ്ടിട്ട് വാപ്പയെങ്ങാനും ഇതിൽ നിന്ന് പിന്മാറിയാൽ എനിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിലെത്താ കഴിയില്ലല്ലോ ഉപ്പാ. എന്റെ കൈകാലുകള് വെട്ടിവരിഞ്ഞിട്ടേ അറുക്കാവൂ ഉപ്പാ. മൂന്നാമത് പാറക്കത്തിലും മനന്ന് കിടന്നിട്ട് പറഞ്ഞു വെത്രേ, ഉപ്പാ, ഞാൻ മരിച്ചാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ ഉമ്മ 8 വർഷക്കാലം മരുഭൂമിയുടെ വിജനതയിൽ ആരുമില്ലാതെ താലോലിച്ചു വളർത്തിയ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പോ എന്ന് പറഞ്ഞവരും മകനെ ഞാനെന്ന് ചോദിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. 8 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കടുത്തിനെത്തിക്കെടുത്ത് ഉപ്പാനോട് സ്നേഹത്തോടെ പറയുന്നൊരു മകനെ ഇബ്രാഹിം നബിക്ക് സംഭാവന ചെയ്ത കഥാപാത്രമേതാ? ആ കഥാപാത്രമാണ് ബീവി ഹാജറ റളിയല്ലാഹു തആല അൻഹാ. മരുഭൂമിയിൽ നിന്നുകൊണ്ട് മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ, പൊന്നുമോനെ ഇസ്മായില്, നിന്റെ വാപ്പയായ ഇബ്രാഹിം ഫലസ്തീനിലേക്ക് പോയത് നമ്മളെ ഇട്ടേച്ച് പോയതല്ല, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോയതാണ്, പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ എന്ന് പറഞ്ഞു വാപ്പയുടെ അഭാവത്തില്, വാപ്പയില്ലാത്ത സമയത്ത് മക്കളോട് വാപ്പയുടെ ത്യാഗത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹാജറയായ ഭാര്യയെ നമുക്ക് കിട്ടിയാലല്ലാതെ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് 3 നേരം മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ, പൊന്നുമോനെ, നിന്റെ വാപ്പ സൗദി അറേബ്യയിൽ കിടന്ന് ഈ പൊലിവയിലത്തെ
കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയച്ചു തരുന്ന പൈസയാണ് നമ്മുടെ മുമ്പിൽ ആഹാരമായിട്ട് നിൽക്കുന്നത്. നിന്റെ വാപ്പ കടുവാപ്പള്ളിയിലും മത്തി കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടുറോഡിൽ നിന്നിട്ട് മീൻ കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കട തുറന്നു വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നിന്റെ വാപ്പ ഏറ്റവും ചെറിയ ശമ്പളത്തിലും ജോലി ചെയ്ത് കിട്ടുന്ന പൈസയാണ് മക്കള്. നമ്മുടെ വാപ്പ കഷ്ടപ്പെട്ട പൈസയാണ് ഈ തരുന്ന ആഹാരമെന്ന് 3 നേരം ഭക്ഷണം കൊടുക്കുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഹാദറക്കല്ലാതെ നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഭാര്യയായി വരാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജരാക്കി തരട്ടെ, ഹാജരാക്കി തരട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വഹലറാഉദ്ദമി, നിങ്ങളെയും ഹലറാഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. സഹാബത്ത് ചോദിച്ചു, നബിയേ മാ ഹലറാഉദ്ദമി യാ റസൂലല്ലാഹ്, ഹലറാഉദ്ദമ ആരാണ് നബിയേ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഹാജരാക്കി തരട്ടെ. വാപ്പയില്ലാത്ത സമയത്ത് സമയം നമുക്ക് പോകാൻ തരത്തിണ്ടോ? ഇല്ല. അവനാൻ ഇതുകൊണ്ടെങ്കിലും നന്നാവട്ടെ എന്ന് കരുതുന്ന ഒരാശ്വാസത്തിന്റെ വാളാണിത്. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ള സഹോദരങ്ങളെ, തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാനൊരു കാലഘട്ടത്തിന്റെ പ്രഭാഷണമാണ് നിർവഹിക്കുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. കാരണം കൈ തൊട്ടാൽ വ്യഭിചാരമാണ്, കണ്ണ് തുറന്നാൽ വ്യഭിചാരമാണ്. നിങ്ങളൊരു അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കരുത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മോളുടെ കൂടെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ഒരു ബൈക്കിൽ ഇറങ്ങിയാലും വാപ്പാക്കും ഉമ്മാക്കും അതിൽ തെറ്റായിട്ട് തോന്നാറില്ല. മോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ആ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ബൈക്കിൽ വന്നിറങ്ങി. അപ്പോഴും ഉമ്മയും വാപ്പയും പറയുന്നത് അവര് ക്ലാസ്മേറ്റ്സ് അല്ലേ എന്ന്. അതെന്താ? അവന് കാള മത്സരത്തിൽ കൊണ്ടാകാൻ വേണ്ടി ചണ്ടത്തം വന്ന മൂരിക്കളയാൻ ഒന്നും സംഭവിക്കാതിരിക്കുക. എത്ര ലാഘവത്വത്തോടെ, ഞാൻ ചില സമയത്ത് ചില ഭാഷ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എത്ര ലാഘവത്വത്തോടെ നമ്മൾ കാണുക. എന്നിട്ട് എന്തേലും ആയാൽ പിന്നെ കൊണ്ട് പള്ളിക്കുട്ടി പൈസ ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാകണ്ടേ, ആദ്യം നമ്മുടെ ഭാര്യ ഹാജരാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വാപ്പ ഇല്ലാത്ത സമയത്ത് മക്കളെ ഒരു പെൻസിൽ കടിച്ചു കളയുമ്പോൾ പോലും മക്കളെ ഇത് വാപ്പയുടെ വിയർപ്പിന്റേതാണ് എന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയുടെ ത്യാഗത്തെക്കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയ്ക്ക് ഒരു നല്ല കുടുംബത്തെ സംവിധാനിക്കാൻ കഴിയും. അല്ലാതെ അയാൾ പോട്ടെ നമുക്ക് ആസ്വദിക്കാമെന്നൊക്കെ ഇന്ന് മിക്കവാറും പ്രവാസികളുടെ കുടുംബത്തിനെ പറ്റി അബദ്ധം ഇതാണ്. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവന് എന്താ പ്രവാസി എന്നറിയോ? 1000 റിയാൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി പോക്കറ്റിൽ വെച്ചിട്ട് അവൻ ഇറങ്ങി നടക്കാൻ നേരത്ത് എക്സ്ചേഞ്ചിലേക്ക് പോകാൻ അയക്കാൻ ടാക്സിക്ക് കൈ നീട്ടും. എത്ര റുപ്യ? 10 റിയാൽ, 10 റിയാൽ. അപ്പൊ വിചാരിക്കുമ്പോഴേ 10 റിയാൽ ടാക്സിക്കാരന് കൊടുത്താൽ പിന്നെ 990 റിയാല് നാട്ടിലേക്ക് അയക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ആ പച്ചപ്പാവം 10 റിയാൽ വാഹനത്തിൽ സഞ്ചരിക്കേണ്ട ദൂരം അവൻ പൊരിവെയിലത്ത് റോഡിലൂടെ സഞ്ചരിക്കും. അപ്പുറം പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി 1000 റിയാൽ തികച്ചവൻ വിചാരിക്കും 10 റിയാൽ ടാക്സി കൊടുത്താൽ ആ 10 റിയാൽ കൊണ്ട് മോളുടെ 1 മാസത്തെ ഫീസ് കൊടുക്കാം. പാവപ്പെട്ടവൻ 1000 റിയാൽ തികച്ചയക്കും. നടന്നു ചെന്നിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്, ബാങ്കിൽ പോയി മേടിച്ചോളീൻ. അവള് ഫോൺ എടുത്ത് 500 രൂപയുടെ ടാക്സി വിളിച്ച് ബാങ്കിൽ പോയി ആ പൈസ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവള് അത് മേടിക്കാൻ പോണത് 500 രൂപയുടെ ടാക്സി വിളിച്ചിട്ട് അവൻ 10 റിയാല് പിശുക്കിയിട്ട് അയച്ചവൻ. ഇതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അന്തരം. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഭാര്യക്ക് മാത്രമേ സമാധാനത്തിന്റെ ജീവിതം നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വഹലറാഉദ്ദമി, നിങ്ങളെയും ഹലറാഉദ്ദമിനെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്താ ഹലറാഉദ്ദം അറിയില്ല? എന്താ ഹലറാഉദ്ദം? അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ ആ വിഷയം കൂടെ പറഞ്ഞ അവസാനം 2 മണിക്കൂർ ആവാറായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ കേൾക്കുന്നത് പ്രയോജനമുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഏതാണ് ഹലറാഉദ്ദം? കല്യാണം കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കി. കല്യാണം കഴിക്കാത്തവർ, ഇതെന്ത് ശൈശവ വിവാഹം നടക്കുന്ന സ്ഥലമാണ്?
ഒന്നിനും മീശയില്ല, ഒട്ട് കയ്യും പൊക്കണില്ല. ഒന്ന് പൊക്ക് മനുഷ്യന്മാര്. കല്യാണം കഴിക്കാത്തവര് അൽഹംദുലില്ലാ. കേട്ടോളി, ഞാൻ ഇനി പറയാൻ പോണ കാര്യം കേട്ടോളി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇയ്യാകും വഹവറാഅദ്മി, നിങ്ങളെയും ഹവറാഅദ്മിനെയും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ആരാണ് നബിയെ ഹവറാഅദ്മി യാ റസൂലല്ലാഹ്? ആരാണ് നബിയെ ഹവറാഅദ്മി എന്ന് പറയുന്നത്? ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഇംറഅത്തുൻ ഹസനാ ഫീ മംബതത്തി സൂ, മോശമായ അവസ്ഥയിൽ ജീവിച്ചു വന്നവർ, സൗന്ദര്യം മാത്രമുള്ള പെണ്ണ, അവർ ജീവിച്ചത് ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. അവർ ഇതേവരെ സുബഹി നമസ്കരിക്കാത്ത, ദീനിന്റെ ഒരു ശിആറുകളില്ലാത്ത ഒരു വീട്ടിലാണ് അവർ ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനിച്ച സൗന്ദര്യം മാത്രമുള്ള പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്. അവളെ നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അതോടെ നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകും. ആ കുടുംബത്തിൽ പിന്നെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ മുറ്റേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ സമാപന പ്രഭാഷണത്തിലോട്ട് കിടക്കുകയാണ്. എന്ത് പറയണം, എവിടെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളെയാണ് നാം വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല പാതിരാത്രിയുടെ നിശബ്ദതയിൽ കടന്നു പോകുമ്പോ ഉള്ളിൽ നിന്ന് വർത്തമാനം കേൾക്കുന്നത്, മോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ? ഇല്ല ഉമ്മ. ഉമർ കാണുമമ്മ? ഇല്ല മോളെ, ഉമർ കാണില്ല മോളെ. ഇതാ കാന ഉമറുനായിമർ ഫറബ്ബു മറിയക്കല്ലാ. കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് കാണുമല്ലോ ഉമ്മ. ഉമർ റളിയല്ലാഹു തആല ഈ വർത്തമാനം കേട്ടു. രാവിലെ സൂര്യ നിസ്കാരം കഴിഞ്ഞ് തലേ ദിവസം ഈ വർത്തമാനം കേട്ട വീടിന്റെ മുമ്പിലെത്തി. വാതിലിൽ മുട്ടിയപ്പോ ഇളവൃത്തയായ ഉമ്മ വന്ന് വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ ആ പ്രിയപ്പെട്ട കൗമാരക്കാരി ഓടി വരികയാണ്. മുമ്പിലതാ ഉമർ നിൽക്കുന്ന, പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ഉമറിനെ കണ്ടപ്പോ പേടിച്ചരണ്ടു പോയി ആ പ്രിയപ്പെട്ട പൊന്നുമോ. ആരാണ് ഇന്നത്തെ പ്രഭാതത്തിൽ തന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നത്? കിസ്റാ ഭരിക്കും കൈസരും നീട്ടുന്നതാ, മിസ്റ് മുഖോക്കിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്റാ കൈസർ ചക്രവർത്തിമാര് പേര് കെട്ടാല് പറക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആ പെണ്ണിനോട് പറഞ്ഞു, പത്രമോള് വരുന്നു നീ ഉമറിന്റെ കൂടെ? എവിടേക്കാണ് അമീറുൽ മുഅ്മിനീൻ? എന്ന മകനായ നാഫിന്റെ ഭാര്യയാവാ. തലേ ദിവസം രാത്രി സമയത്ത് പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ നിർബന്ധിച്ചപ്പോ ആ ഉമ്മയോട് റബ്ബിനെ കുറിച്ച് പേടിപ്പിച്ചു കൊടുത്ത പൊന്നുമോള് തന്റെ മകനായ നാഫി റളിയല്ലാഹു അൻഹുവിനെ ഭാര്യയായി നിശ്ചയിച്ചു കൊടുത്തു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം എന്താ? വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ മക്കളുടെ മീശയുടെ വലിപ്പം കണ്ടിട്ട് പെണ്ണിന്റെ കയ്യിൽ കിടക്കുന്ന 200 പവന്റെ സ്വർണത്തിന് വില നിശ്ചയിക്കുന്ന പിതാക്കന്മാരെ, സ്വർണത്തിന് മാനദണ്ഡം നിശ്ചയിക്കുന്ന പണ്ട് കാലത്തുള്ള സ്വർണ്ണക്കടയിലെ ത്രാസ് കണ്ടിട്ടുണ്ടോ? നഖത്തിന്റെ വലിപ്പമുള്ള കട്ടികളാണ് ഇതിൽ തൂക്കാനുള്ളത്. ഇന്ന് നമ്മുടെ ജൂവലറികളിൽ ഇരിക്കുന്ന ത്രാസ് മലഞ്ചരക്ക് കടയിൽ ഒട്ടുപാല് തൂക്കാൻ വെച്ചിരിക്കുന്ന ത്രാസാണ്. കാരണം 20 കിലോ 30 കിലോ സ്വർണ്ണമാണ്. ജൂവലറികളിലും റബ്ബർ ഷീറ്റ് തൂക്കുന്ന ത്രാസുകളെ വെച്ച് 20 കിലോയും 30 കിലോയും ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളറിഞ്ഞ് പകട കളിക്കുന്ന സമുദായമേ, നിന്നെ മരുമകളെ തിരഞ്ഞെടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാം. രാത്രിയിൽ റബ്ബിനെ പേടിച്ചിട്ട് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് തന്റെ മകനായ നാഫി വർഷങ്ങളോളം കിടപ്പറയിലേക്ക് വരാതിരുന്നാലും അവൾ തന്റെ മകന്റെ സ്ഥാനത്ത് വേറൊരാൾക്ക് കിടപ്പറയിൽ സ്ഥലം കൊടുക്കില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നന്നായിട്ടറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാലാവസ്ഥയിലേക്ക് നമ്മൾ നടന്നു വന്നാലല്ലാതെ, ഈ ഒരു കുടുംബത്തിന്റെ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വന്നാലല്ലാതെ ഇത് മണ്ണോടെ അവസാനിക്കാനുള്ളതല്ലോ, നാളെ പടച്ചിറപ്പിന്റെ മുമ്പിലേക്ക് വരാനുള്ളതല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള പെൺമക്കളെ, അതുകൊണ്ടാണ് പാതിരാ സമയം
സമയത്ത് വീടുകളിൽ നിന്ന് രഹസ്യകാമകന്മാരെ പിടിക്കപ്പെടുക. പ്രണയമെന്ന മൂന്നക്ഷരത്തെ കാമമെന്ന രണ്ടക്ഷരവുമായി കൂട്ടിച്ചേർത്ത് പ്രണയമാണ് വലുതെന്ന് കരുതിയ ചെറുപ്പക്കാരാ, പൊന്നുമോനെ പ്രണയം പണ്ടുമുണ്ടായിരുന്നടാ. പ്രണയം ഇരുവേറ്റപ്പടയിലും മുങ്ങിച്ചത്ത മൊയ്തീനുണ്ടാക്കിയ പ്രണയമല്ല. ഇത് ചങ്ങമ്പുഴയുടെ രമണനുണ്ടായപ്പോഴല്ല പ്രണയമുണ്ടായത്. പ്രണയം പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ലൈലയും മജ്നൂനും പ്രണയമായിരുന്നു, ശുദ്ധമായ പ്രണയം. ആ പ്രണയമാണ് പച്ചപ്പുൽമേടുകളിൽ പച്ചപ്പുല്ലിരുന്ന പച്ചപ്പാൻമേ മാൻപേടകളോട് മാൻപേടകളുടെ നയനധ്വനത്തിന്റെ സൗകുമാര്യം കണ്ടപ്പോ എന്റെ ലൈലയുടെ കണ്ണ് നിങ്ങളെ പോലെയാണ്.